കരയണ്ടേ? ബാബ കരയണ്ട? പക്ഷെ എന്റെ വൃത്തി കൊടുത്താൽ മതിയാ? മറന്നു പോണേ. കാച്ച വേണ്ടേ? അച്ഛൻ വേണ്ട കൊടുക്ക്. ഫോട്ടോ അച്ഛന് ഫോട്ടോ വെക്കണം പോയി. വേണ്ട ടാറ്റാ. ചൂപ്പ് തട്ടിക്കറ്. ചൊട്ടയും വേണ്ട കമ്മച്ചിയും വേണ്ട ചൊട്ടയും വേണ്ട. പുരികെല്ലാം കിട്ടുവോ? പുരിക വേണ്ടേ? കരയുന്നുണ്ട്. ഇത് കഴിക്കാം. ഓക്കെ പ്രശ്നമില്ല. വലിയ തൊട്ടെ വലിയ തൊട്ടെ വലിയ തൊട്ടെ വലിയ തൊട്ടെ നോട് വലിയ തൊട്ട. ഇത് വേണ്ട കൺമഷനോട് ഇങ്ങനെ തൊട്ട. അത് കെമിക്കലാണ്. പോയെ ഇത് കെമിക്കല്ല. പക്ഷെ കുഞ്ഞു കുഞ്ഞ് ആ തൊടത് 6 മാസം തുറന്നങ്ങനെ എന്നാ മതി. പൊട്ട് വേണ്ട. കുഞ്ഞിനൊക്കെ എത്ര വലിയ ഒട്ടോട്ട് കൊടുക്കും? ഇതെന്തിനാ അമ്മേഞ്ചേ? തൊട്ട വേണ്ട കമ്മച്ചി വേണ്ട. തൊട്ട് വേണ്ട കമ്മച്ചി വേണ്ട. കമ്മച്ചി ടാറ്റാ. ബൈ ടാറ്റാ. മോള് അത്രയും പോയി ടാറ്റ. ഇന്ന് നമ്മളെ കുഞ്ഞു വാവേൻ്റെ ചോറൂണാണ്. അപ്പം അതിനായിട്ട് നമ്മൾ കണ്ണൂരുള്ള പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിൽ പോവുകയാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ എല്ലാവരും ഫാമിലി എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ തന്നെയുള്ള അനൂപാട്ടൻ്റെ ട്രാവലറിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ആർക്കും അറിയില്ല നമ്മളൊരു വ്ളോഗ് എടുക്കുകയാണെന്നോ അത് ഷൂട്ട് ചെയ്യുന്നത് യൂട്യൂബിന് വേണ്ടിയിട്ടാണെന്നോ ആർക്കും അറിയില്ല. വീഡിയോ എടുക്കുന്നിട്ട് അനൂപാട്ടൻ ഇതാ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 2 പേരെ പിക്ക് ചെയ്യാനുണ്ട്, അച്ഛമ്മേനെയും മേമേനെയും. നമ്മുടെ സ്ഥലം കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പ് ഒരു 2 കിലോമീറ്റർ മാറിയിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്ററിനടുത്തുണ്ട് പറശ്ശിനിക്കടവിലേക്ക്. ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിലായിട്ട് നമ്മൾ പറശ്ശിനിക്കടവ് എത്തും. അവിടെ എത്തുന്നതിന് മുന്നേ നമ്മളെ ഒരു ഭീകരനെ കൂടി ഈ വണ്ടിയിലേക്ക് കയറ്റാനുണ്ട്. വെറും ഭീകരനല്ല, ഇപ്പോഴും ഭീകരനാണ്. അനിയൻ്റെ മോനാണ്. അപ്പം അവൻ 2 ദിവസമായിട്ട് പിന്നെ അവൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് അവനോട് കാത്തു വെക്കുന്നത്. എന്താ ബസ് സ്റ്റോപ്പിലുണ്ട് അവൻ. ഓഹോ ഇതാ എത്തി. മലട്ടില്ലേ ഞാൻ വെച്ച് കറക്റ്റാന്ന്. എന്നാ പോയിട്ട് വരി. ഏട് പോയി ചെറിയ ആളെടുത്തു. അങ്ങനെ ഞങ്ങൾ പറശ്ശിനി പാലത്തിലെത്തിയിരിക്കുകയാണ്. കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ഈ പാലം ടച്ചാവില്ല. നമ്മൾ ഈ മയ്യിൽ ഈ ഭാഗത്തേക്ക് കൂടി വരുന്നത് കൊണ്ടാണ് ഈ പാലത്തിലേക്ക് കൂടി വരുന്നത്. ഇത് ആ കാണുന്നതാണ് പറശ്ശിനിക്കടവ് അമ്പലം. ഈ പാലത്തിൽ നിന്ന് ഒരു നല്ലൊരു വ്യൂ ആണ് അമ്പലത്തിൻ്റെത്. അത്യാവശ്യം ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വളവട്ടണ പുഴയാണിത്. അപ്പോൾ നേരെ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. പേ പാർക്കിംഗ് ആണ്. ഫ്രീ പാർക്കിങ്ങും അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ചോറൂണിനായിട്ട് വാവക്കൊരു കസവ് മുണ്ട് വാങ്ങണം. ഏട്ടനത് വാങ്ങുന്നുണ്ട്. ഒരുപാട് ഷോപ്പുണ്ട് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ. ഒരുപാട് ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് വാങ്ങാമെന്ന് വെച്ച് അപ്പോൾ 50 രൂപയാണ് ഒരു മുണ്ടിന് ആയത്. ഇത് അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഷോപ്പുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ കളർഫുള്ളായിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ കാണുന്നതുകൊണ്ട് വാവ അതെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. അവൾ ആദ്യമായിട്ടാണല്ലോ നമ്മളിങ്ങനെ പുറത്ത് കൊണ്ടുവന്നത്. എല്ലാ സാധനങ്ങളും അവളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് കാണുകയാണ്. നമ്മൾ മടപ്പുരേൻ്റെ എൻട്രൻസിലെത്തി. നമ്മൾ മടപ്പുരയിലേക്ക് കയറുകയാണ്. ഇന്ന് അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചതാണ്.
പക്ഷെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ന് തുലാപ്പത്താണ്, തുലാം 10-ാം തീയതി. അപ്പോൾ ഈ തുലാപ്പത്തിനാണ് മലബാറിൽ തെയ്യക്കാലം തുടങ്ങുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള തിരക്കും ഇവിടെ കാണുന്നുണ്ട്. 193-ാമത്തെ ടോക്കനാണ് നമുക്ക് കിട്ടിയത്. ഇപ്പം 155 ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് മടപ്പുരയിലേക്ക് കയറിയിട്ട് തൊഴുതിറങ്ങാമെന്ന് വിചാരിച്ച്. ഇപ്പം മടപ്പുരയിലേക്ക് നടക്കുന്ന വഴിയിൽ ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട്. നല്ല തിരക്കായതുകൊണ്ട് തന്നെ നടന്നിട്ട് ഇങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ടേനും. ഇടത്തോട്ട് പോയാൽ ഭക്ഷണശാലയാണ്. നല്ല സൗകര്യമാണ്. ഇപ്പം ഭക്ഷണശാലയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ നമ്മൾ പുഴയിൽ ഇറങ്ങിയിട്ട് കാലൊക്കെ കഴുകിയിട്ട് വേണം മടപ്പുരൻ്റെ ഉള്ളിലോട്ട് കയറാൻ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല. ഇവിടെ വരെ നമുക്ക് ക്യാമറ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. പറശ്ശിനിയിലെത്തുന്ന എല്ലാവർക്കും ചോറും അതുപോലെ തന്നെ ചായയും കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവും ഇവിടെ. നമ്മൾ രാവിലെ സമയമായിട്ട് ചായയാണ് കഴിക്കുന്നത്. പയറും തേങ്ങയും പിന്നെ ചായയാണ് ഉണ്ടാവുക. പുരുഷന്മാർക്ക് മേലെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. സ്ത്രീകൾക്ക് അതുപോലെ തന്നെ താഴെയാണ് ചായ കുടിക്കാനുള്ള സൗകര്യമുള്ളത്. അവൻ്റെ ചോറുണ്ട സമയമായി. മാമൻ അവളെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ചോറൂണായിട്ട് ഏട്ടൻ അവളെ എടുത്തിട്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. ഇവിടെ പറശ്ശിനിയിൽ പായസമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇലയിൽ പായസം വിളമ്പിത്തരും. അപ്പം അതിന് മുന്നേ ആയിട്ട് കിണ്ടിയിൽ അവിടെ വെള്ളം വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ വെള്ളം എടുത്തിട്ട് വാവേൻ്റെ മുഖം കഴുകി കൊടുക്കണം. അതിനുശേഷം ചന്ദനക്കുറി നെറ്റിയിൽ തൊട്ട് കൊടുക്കണം. പിന്നെ അവിടെ പേര് വിളിച്ചുകൊണ്ട് 3 പ്രാവശ്യം പായസം നാവിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ചോറൂണ്ട ചടങ്ങ്. മുന്നേയുള്ള ടോക്കൺ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് അവർ പുറത്തെങ്ങോട്ടോ പോയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റിയത്. ഇനി ചോറൂണിന് ശേഷം അവിടെ ദക്ഷിണ വെക്കണം. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പായസം അവർ നമ്മളെ കയ്യിൽ തന്നുവിടും. ഇനി അത് നമ്മൾ കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് തിരക്കുന്നൊക്കെ മാറി നിന്ന് എല്ലാവരും കൂടെ വാവക്ക് കൊടുക്കുകയാണ് ചെയ്തത്. എല്ലാരും കൊടുക്കണം.
നിങ്ങളെടുത്താ അങ്ങനെ കൊടുത്ത കൈമിൽ വെച്ച കൈമാക്കിക്കോളൂ. ഞാൻ കൊടുക്കട്ടെ എനക്ക് എൻ്റെ വക കാരണൂറ് കൊടുക്കേ. പൊട്ടിക്കളാ എടാ ആ ഓക്കും കൊടുക്കും. കഴിഞ്ഞ എന്നെ കൊണ്ടുള്ള കഴിഞ്ഞു ആശംബാ. വാവക്ക് ചോറ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾക്കുള്ള ഭക്ഷണം കഴിക്കാനാണ്. പറശ്ശിനിക്കടവിലെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. ചോറ്, സാമ്പാർ, ഒരു മോര് കറി, ഇത്രയാണ് ഉണ്ടാവുക. 3 നിലകളിലാണ് ഊട്ടുവരെയുള്ളത്. 1-ാം നിലയിൽ സ്ത്രീകൾക്ക് ഭക്ഷണം കഴിക്കാനും 2-ാം നിലയിൽ പുരുഷന്മാർക്ക് ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ വൃത്തിയാണ് ഈ സ്ഥലങ്ങളൊക്കെ. ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നടന്നത്. പക്ഷെ നമ്മൾ ബോട്ടിൽ കയറിയിട്ടില്ല, പാവയുള്ളത് കൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പുഴയുടെ തീരത്തുള്ള ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഇപ്പം ഫോട്ടോഗ്രാഫീൻ്റെ ഒരു പോയിൻ്റായിട്ട് മാറിയിട്ടുള്ള മടപ്പുരൻ്റെ പിക്ക് എടുക്കാൻ കംപ്ലീറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. പിന്നെ ഇതാ അമ്മയും അച്ഛമ്മയും എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. വെയിലായതുകൊണ്ട് വാവേനെ അവളെ ഷോള് മുണ്ട് വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് പിക്കെല്ലാം എടുത്ത് പിന്നെ പോകാനുള്ള ആ ഒരു സമയമായി. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കുന്നതിനിടയിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്ട് കണ്ടപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ വണ്ടിയിലെത്തി. പിന്നെ മാമനും പാപ്പനും കൂടെ വാവേനെ കളിപ്പിക്കുന്ന തിരക്കിലാണ്.